ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മാളൂട്ടീൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ മാളൂട്ടീനെ പാവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് അതിന് ചേരുന്ന രീതിയിൽ ഒരുക്കി വിടാമെന്ന് കരുതി. പക്ഷേ ഇന്ന് ലാസ്റ്റ് എക്സാമും ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് അവർ സെലിബ്രേഷനൊക്കെ ചെയ്യുന്നത്. മാളൂട്ടി ആങ്കറിങ് ചെയ്യുന്നുണ്ട്, ഓണം പ്രോഗ്രാംസിൻ്റെ ആങ്കറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് മാളൂസിന് സ്നാക്സ് മാത്രം കൊടുത്താൽ മതി, ഉച്ചയാകുമ്പോഴേക്കും പ്രോഗ്രാംസൊക്കെ കഴിയും. അപ്പോൾ ഞാൻ വാട്ടർ മെലണും മുസമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെരുപ്പ് ഞാൻ ആദ്യം ഗോൾഡൻ കളർ എടുത്തു, പക്ഷേ അതൊക്കെ കുറച്ച് ടൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഷൂസ് ഇട്ടു. അപ്പൊ നമുക്ക് മാളൂസിന്റെ സ്കൂളിൽ പോയി നോക്കാം. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ആങ്കറിങ് ചെയ്യാനുണ്ട്. നമുക്ക് പോയിട്ട് അതെ, അപ്പൊ ഞാൻ കുഴപ്പമില്ല, അത് പറ്റുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് ആണെങ്കിലും. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് പരിപാടികളൊക്കെ കാണാം. ചെറിയ ചെറിയ കുറച്ച് പരിപാടികളുള്ളൂ, എന്നാലും നമുക്ക് കാണാം. ഞങ്ങൾ ചെന്ന സമയത്ത് അവൾ സ്നാക്സ് കഴിച്ച് തീരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും കഴിച്ചിട്ട് പോകുന്നുണ്ട് പരിപാടിക്കൊക്കെ. അവൾ കഴിച്ച് തീരുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ കഴിക്കാൻ നല്ല സ്ലോ ആണ്. കുഞ്ഞു മക്കളൊക്കെ മുണ്ടും ഷർട്ടും സ്കേർട്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് നാടൻ ലുക്കിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാൻ. അത്തപ്പൂക്കൾ ഇപ്രാവശ്യം ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓണപരിപാടികളൊക്കെ ചെറിയ രീതിയിൽ അവർ ചുരുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ ആ ഒരു ദുരന്തമൊക്കെ നടന്നത് കാരണം പ്രോഗ്രാംസ് ഒക്കെ ചെറിയ രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ എക്സാം ആയതുകൊണ്ട് ഞാൻ മുടി വേറെ രീതിയിലായിരുന്നു കെട്ടിക്കൊടുത്ത് അവൾക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഞാൻ വന്നതിന് ശേഷം വേറെ മോഡലിലാക്കി കൊടുത്തതാട്ടോ. അങ്ങനെ ഓണം പ്രോഗ്രാംസ് തുടങ്ങി. മാവേലിയായിട്ടും പുലിക്കളിയായിട്ടൊക്കെ ഓരോ കുട്ടികൾ തന്നെ വേഷം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മുകളിൽ സ്റ്റേജിലേക്ക് പോയി. മാളൂട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ആങ്കറിങ് ചെയ്യാനൊക്കെ. മലയാളത്തിലായതുകൊണ്ട് അവൾക്ക് ഓവർ പഠിക്കാൻ ടൈം വേണ്ടി വന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, ആങ്കറിങ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്തു. പിന്നെ കുട്ടികളുടെ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു. ഓണത്തിന്റെ ഐതിഹ്യം കാണിക്കുന്ന ഒരു സ്കിറ്റൊക്കെ കുട്ടികൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അവിടുന്ന്. അങ്ങനെ മാളൂട്ടി എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ 10 ദിവസം ലീവാണ്. വീട്ടിലെത്തിയ ഉടനെ കളർ പെൻസിലൊക്കെ എടുത്തിട്ട് അവള് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. വെച്ചിട്ടുണ്ട്, നോക്കട്ടെ, നല്ല രസമുണ്ട്. ഇതെന്താ ഓണായതുകൊണ്ട് അത്തപ്പൂക്കളം വരയ്ക്കുക, നല്ല ഭംഗിയുണ്ടല്ലോ. സ്കൂളിൽ അത്തം വരയ്ക്കാൻ വേണ്ടിയിട്ട് മാളൂസിനെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ? സൂപ്പർ. ഫുൾ കളർ ചെയ്തിട്ട് കാണിച്ചിരുന്നേ. കുറേ ദിവസമായിട്ട് എക്സാമിന് വേണ്ടിയുള്ള പഠിത്തത്തിലായതുകൊണ്ട് ഇനി ഫുൾ കളർ അടിക്കണം, കളിക്കണം, പുറത്ത് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആള്. ഞാൻ തന്നെ അതെ, ഞാൻ എന്റെ വളയൊക്കെ എടുത്ത് കുറേ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ, വെരി ഗുഡ്. അപ്പം ഞങ്ങൾ ഈവനിങ് മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ARM കാണാൻ വേണ്ടിയിട്ട്. ARM മൂവിയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. പടം 3D ആണ് കേട്ടോ, അതുകൊണ്ട് മാളൂട്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഗായ്സ്, ഞങ്ങള് കണ്ണട എടുക്കണം എന്ന് പറഞ്ഞു, മാളൂസിന്റെ സൺഗ്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാളൂസ് പറയണത് വണ്ടിയിൽ കയറിയിട്ട് അത് എടുക്കാൻ മറന്നു പോയി. അപ്പൊ മാളൂസിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം. മാളൂസിന്റെ കണ്ണട മാളൂസ് എടുക്കാൻ മറന്നു എന്നാണ് മാളൂസ് പറയണത്. നിങ്ങൾ ആ കണ്ണട കാണുന്നുണ്ടോ? മാളൂസിന്റെ സൺഗ്ലാസ് മാളൂസ് എടുക്കാൻ മറന്നു. എന്താ എന്നാ ഞാൻ വിചാരിച്ചു ബോബിക്കാക്ക വീഡിയോ കാണുമ്പോ തന്നെ ആൾക്ക് കിട്ടുന്നു. അപ്പോഴും കണ്ണട തരിക. എന്റെ മേത്തൊക്കെയാ നോക്കണത്. നല്ല ഉറക്കം വരുന്നുണ്ടാ? പാവ എന്റെ കുട്ടി പഠിച്ച് ഇപ്പൊ ഉറക്കപ്പിച്ചിലാണ് പകുതി സമയം. ഇനി ഒന്ന് കിടന്നുറങ്ങണം എന്നാ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ട് അല്ലേ? അപ്പൊ നമ്മൾ ARM കാണാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ മൂവി കാണാനെത്തി. ഇന്റർവെൽ ആയപ്പോൾ നല്ല നാച്ചോസ് ഒക്കെ വാങ്ങിച്ചു.
പടം നല്ല അടിപൊളി പടമായിരുന്നു കേട്ടോ. പിന്നെ 3D ആയതുകൊണ്ട് അതിൻ്റെ രസം വേറെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. ഞങ്ങൾ ഫുഡ് പാഴ്സൽ വാങ്ങിക്കുക ചെയ്തത്. തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.